നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കടുത്ത ആശങ്കയിലേക്കാണ് കുവൈറ്റ് നീങ്ങുന്നത്. ഒരാഴ്ചയിലേറെയായി തുടർന്ന രാത്രികാല കർഫ്യൂവിനിടയിലും കുവൈറ്റിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ക്യാബിനറ്റ് യോഗം വിലയിരുത്തുകയുണ്ടായി. ഈ കാലയളവിലും കോവിഡ് ബാധിച്ച് ആശുപത്രികളിലും തീവ്രപരിചരണ വിഭാഗത്തിലും പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാഹ് അറിയിക്കുകയായിരുന്നു. ICU രോഗികളുടെ എണ്ണവും കൂടിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 1322 പുതിയ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 7 പേർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.09% വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു. നിലവിൽ 219 പേരാണ് ICUവിൽ കഴിയുന്നത്. രാജ്യത്ത് കോവിഡ് ബാധ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ICU നിരക്കാണിതെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് ബാധ കൂടി വരുന്ന സാഹചര്യത്തിൽ പോലും സ്വദേശികളും പ്രവാസികളും കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ തയ്യാറാവണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു. ആളുകൾ കൂടി നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുകയും മാസ്ക് ധാരണവും സാമൂഹിക അകലവും കൃത്യമായി പാലിക്കുകയും വേണം. കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് 7 മുതൽ 12 മണിക്കൂർ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ആ നിയന്ത്രണങ്ങൾ കാര്യമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് അധികൃതർ. വൈകിട്ട് 5 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ സാഹചര്യത്തിലായിരുന്നു കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. മാർച്ച് 4 റിപ്പോർട്ട് ചെയ്യപ്പെട്ട 1716 കേസുകളായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗികളുടെ എണ്ണം. ഫെബ്രുവരി 22 മുതൽ തന്നെ കഫേകളും റെസ്റ്റോറന്റുകളും തുറന്നു പ്രവർത്തിക്കുന്നതിനും വിലക്കേർപ്പെടുത്തുകയായിരുന്നു. ഫെബ്രുവരി 7 മുതൽ വിദേശികൾക്ക് യാത്രാവിലക്കും നിലവിലുണ്ട്. അതിനിടെ കോവിഡ് മാനദണ്ഡം ലംഘിച്ച് പൊതുചടങ്ങിൽ പങ്കെടുത്തതിന് കുവൈറ്റ് പാർലമെന്റ് സ്പീക്കർ മർസൂഖ് അൽ ഖാനമിനെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2ാം തവണയും സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തതിനാണ് നടപടി സ്വീകരിച്ചത്. സ്പീക്കർ തെറ്റ് സമ്മതിച്ചതായും പാർലമെന്റ് അംഗമെന്ന പരിരക്ഷ ഒഴിവാക്കി പബ്ലിക് പ്രോസിക്യൂഷന് മുമ്പിൽ ഹാജരാകുമെന്നും അദ്ദേഹം അറിയിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.